ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോംസ് ഉണ്ടാക്കാം. സോ നേരത്തെ നമുക്ക് യൂസർ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാം. സോ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബേസ് HTML ടെംപ്ലേറ്റ്സിനകത്ത് കയറിയിട്ട് ബേസ് HTML, ഇൻഡെക്സ് HTML, പിന്നെ നമുക്കൊരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു HTML വേണം. ഇപ്പൊ ഞാൻ രജിസ്ട്രേഷൻ യൂസ് ചെയ്യണ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റിനെ ഞാൻ റീനെയിം ചെയ്യാം, കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. രജിസ്ട്രേഷൻ, ഈ ഒരു 3 ഫയൽ വേണം. ബേസ് HTML, ബേസ് ആയിരിക്കും നമ്മുടെ മെയിൻ, അതിലായിരിക്കും നമ്മുടെ ഈ ബ്ലോക്ക് ബോഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് സബ് ടെംപ്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, സോ ഇൻഡെക്സിനകത്ത് നമ്മള് ബേസ് HTML കയറിയിട്ട് ഇവിടെ ഇൻഡെക്സിൽ ഞാൻ ഇവിടെ ഇത് മാറ്റിയിട്ട് ഹോം എന്ന് പറഞ്ഞ പേരിടാം. അതർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. രജിസ്ട്രേഷൻ ഫോമിന്റെ പേജ് ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, അതായത് നമ്മൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തതിന്റെ പേരായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡെക്സിനകത്ത് നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് വെൽക്കം ടു ഇൻഡെക്സ് പേജ് എന്ന് പറഞ്ഞാൽ വെൽക്കം ഹോം പേജ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഇൻഡെക്സിനകത്ത് ഹോം പേജ് ആയിരിക്കും. നമ്മൾ രജിസ്റ്റർ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ രജിസ്ട്രേഷനിലേക്ക് തന്നെ പോകണം. അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതൊന്നും വേണ്ട, നമ്മൾ ഇതിന് പകരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. പെർസെൻറ്റേജ് എക്സ്റ്റെൻഡ്സ് ഫസ്റ്റ് ആപ്പ്. ഫസ്റ്റ് ആപ്പ് സ്ലാഷ് base.html. ഓക്കെ, ഫസ്റ്റ് ആപ്പിന്റെ base.html നമ്മൾ ഫയല് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് വേണമെങ്കിൽ ലോഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് ഒന്നുമില്ല. അതായത് നിങ്ങളുടെ ബ്രാൻഡ് ഇമേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഫയൽസിൽ ലോഡ് ചെയ്യാം. ലോഡ് സ്റ്റാറ്റിക് ഫയൽസ്. ഓക്കെ, ഇതാണ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മള് ബ്ലോക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ ബ്ലോക്ക് നമ്മള് ഇതിനെ നമ്മൾ കോപ്പി ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് രജിസ്ട്രേഷനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് കണ്ടീഷൻസ് കൊടുക്കാം. അതായത് നമുക്ക് ഇപ്പൊ ഇഫ് കണ്ടീഷൻ ഒക്കെ കൊടുക്കാൻ നമ്മൾ ജിഞ്ച സിന്റാക്സിലാണ് പോകുന്നത്. ഇവിടെ പെർസെൻറ്റേജ് ഇഫ് രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇഫിനെ നമ്മൾ ഇഫ് കണ്ടീഷനിൽ നമുക്ക് ക്ലോസ് ചെയ്യണം, ബ്രാക്കറ്റ് എൻഡ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇഫ് രജിസ്റ്റേർഡ് ആണെങ്കിൽ h1 താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, താങ്ക് യു ഫോർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, രജിസ്റ്റേർഡ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എൽസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ എൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കൊടുക്കണം. എൽസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ രജിസ്ട്രേഷൻ ഫോം കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ h1 register here. ഇതിനകത്ത് നമുക്ക് വേറെ h1 fill out the forms. നമുക്ക് fill out the forms. fill out the forms അല്ല, സോറി, ഫോം. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു
ഫോം ടെംപ്ലേറ്റ് കൊണ്ടുവരും. ഓക്കെ, ഫോം. സോ ഫോമിനകത്ത് നമ്മൾ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ്. മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ആയിരിക്കണം. ഇനി ഈ ഫോമിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇമേജസ് ചിലപ്പോൾ കൊണ്ടുവരും. ഓക്കെ, സോ ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോമിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോമിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അതായത് ENC ടൈപ്പ്. ഓക്കെ, ENC ടൈപ്പിൽ നമുക്ക് മൾട്ടി പാർട്ട് ഫോം ഡേറ്റ ആയിരിക്കണം. ഓക്കെ, മൾട്ടി പാർട്ട് ഫോം ഡേറ്റ. ഇനി ഇതിനകത്ത് രണ്ട് കണ്ടീഷനാണ്. ഞാൻ ചുമ്മാ കൊടുക്കുകയാണ്. ആസ് അണ്ടർസ്കോർ പി. ഇത് വേറൊരു ഫയൽ കൊണ്ടുവരാം. പ്രൊഫൈൽ ആസ് അണ്ടർസ്കോർ പി. ഈ പ്രൊഫൈൽ വേണമെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഈ യൂസർ അണ്ടർസ്കോർ രജിസ്റ്റർ, പ്രൊഫൈൽ അണ്ടർസ്കോർ രജിസ്റ്റർ ആക്ച്വലി നമുക്ക് കോണ്ടെക്സ്റ്റിലായിരിക്കും വരുന്നത്. കോണ്ടെക്സ്റ്റ് ഡിക്ഷണറിക്കകത്താണ് കൊണ്ടുവരുന്നത്. അതിപ്പോ ചെയ്തില്ല, നമുക്കത് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ നമുക്ക് ഇതെന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് സബ്മിറ്റ് എന്നും വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫോമിന് തൊട്ട് മുമ്പേ നമ്മൾ ഒരു ടോക്കൺ ആഡ് ചെയ്യണം. പെർസെൻറ്റേജ് കൊടുത്തിട്ട് CSRF അണ്ടർസ്കോർ ടോക്കൺ. സോ ഇതായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഓക്കെ, ഞാനിതിപ്പോൾ റൺ ചെയ്യണില്ല, കാരണം നമുക്ക് ഇനി കുറച്ചുകൂടി ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് നമുക്ക് വ്യൂസിനകത്ത് കയറിയിട്ട്, അതായത് ഫസ്റ്റ് ആപ്പിന്റെ വ്യൂസിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം കൊണ്ടുവരണം. എഫിനകത്ത് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ വ്യൂസ്. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ URLസിൽ പോയിട്ട് നമ്മൾ പാത്ത് ആഡ് ചെയ്യും. ഓക്കെ, പാത്ത് ആഡ് ചെയ്യുന്നു. നമ്മളിവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. രജിസ്റ്റർ, ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ബേസ് HTML നമ്മളിവിടെ ഫസ്റ്റ് ആപ്പ് രജിസ്ട്രേഷൻ URL എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ഫോംസ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ലോഗിനും പിന്നെ അതുപോലെ രജിസ്ട്രേഷൻ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.